JP Astro Life-ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം 2025 മകരൻ രാശിക്കാരായ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് അവർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യ കൊണ്ട് അറിവും ബുദ്ധി കൊണ്ട് കാര്യശേഷിയും നൽകുന്ന വ്യാഴം ഭാഗ്യം, വിദ്യാഭ്യാസം, ഉയർച്ച, ഐശ്വര്യം എന്നിവ ജീവിതത്തിൽ നൽകാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ്. വ്യാഴം അനുഗ്രഹിച്ചാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ കുറയുകയും ചെയ്യും. സത്വഗുണത്തെ സൂചിപ്പിക്കുന്ന വ്യാഴം ഓരോരുത്തരുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് രജോ ഗുണത്തെയും അതുപോലെ തമോ ഗുണത്തെയും സത്വഗുണത്തെയും ഒക്കെ സൂചിപ്പിക്കാറുണ്ട്. സർക്കാർ സേവകരായ ഭരണതലത്തിൽ വളരെ സ്വാധീനം ചെലുത്താനും വ്യാഴത്തിന് കഴിയും. സാമ്പത്തികമായ കാര്യങ്ങളെയും നിധി സൂക്ഷിക്കുന്ന സ്ഥലത്തെയും ധനകാര്യ ബന്ധത്തെയും ബാങ്കിങ് മേഖലയെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാക്കുന്നതും വേദശാസ്ത്ര പുരാണങ്ങളിൽ അറിവ് നേടാൻ പ്രേരിപ്പിക്കുന്നതും വ്യാഴമാണ്. ആരാധനാലയങ്ങൾ, മതമേലധ്യക്ഷന്മാർ മുതലായവരെ സൂചിപ്പിക്കുന്നതും വ്യാഴം കൊണ്ടാണ്. പൂർവജന്മ പുണ്യവും ഭാഗ്യവും പാരമ്പര്യ കർമ്മ സ്വഭാവത്തെയും സത്സന്താന ഭാഗ്യത്തെയും പരസ്പര വിശ്വാസം, സ്നേഹം, മനുഷ്യത്വപരമായ പെരുമാറ്റം ഇതെല്ലാം ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുന്നതും വ്യാഴമാണ്. വ്യാഴത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാകില്ല. അതുകൊണ്ട് തന്നെ വ്യാഴം എന്ന ഗ്രഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന ഒരു വീഡിയോ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന പേരിൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണുമ്പോൾ ഏതാണ്ട് വ്യാഴത്തിൻ്റെ ഒട്ടുമുക്കാൽ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യം വരും. എന്താണ് വ്യാഴം എന്നുള്ള ആ ഒരു സംശയവും മാറിക്കിട്ടും. ഈ വീഡിയോയെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം മകരം രാശിക്കൂറുകാരായ ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മകരൻ രാശിക്കാർക്കിപ്പോൾ വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് 2024 മെയ് 1 മുതൽ 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവം പുണ്യത്തിൻ്റെയും സന്താനലാഭത്തിൻ്റെയും സ്ഥാനമാണ്. മനസ്സ്, ബുദ്ധി, സന്താനങ്ങൾ, കാര്യപ്രാപ്തി, അധികാരം, പൂർവ്വ പുണ്യം തുടങ്ങി ജീവിതത്തിൻ്റെ മഹത്തായ വിജയത്തിന് ആവശ്യമായ പല സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു ഭാവമാണ് 5-ാം ഭാവം. വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം സഞ്ചരിക്കുമ്പോൾ 12 രാശികളിലൂടെ സഞ്ചരിച്ച് സൂര്യനെ ഒരു വലത്ത് വയ്ക്കാൻ 12 വർഷമെടുക്കും. ഈ 12 വർഷ കാലയളവിനെയാണ് പണ്ടുള്ളവർ ഒരു വ്യാഴവട്ടക്കാലം എന്ന് വിശേഷണത്തോടെ പറഞ്ഞിരുന്നത്. 2025 മെയ് 14 വരെ വ്യാഴം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കും. ഇടവത്തിലെ വ്യാഴം ശരീരസുഖവും അനുഭവ ഗുണവും സമ്പത്തും ബന്ധുബലവും സകല ജനപ്രിയനായി മറ്റുള്ളവരുടെ ആ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റാനുള്ള സാഹചര്യവും ഔദാര്യമുള്ളവനായും ജീവിതത്തിൽ അംഗീകാരം നേടാനും വ്യാഴം അനുഗ്രഹിച്ചാൽ സാധിക്കും. അതുപോലെ 5-ലെ വ്യാഴം മറ്റുള്ളവരെ വശീകരിക്കാനുള്ള കഴിവും ലഭിക്കും. വളരെ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാനും മന്ത്രിയോ മാന്ത്രികനോ ആയി നടപ്പാക്കാനുമുള്ള കഴിവും വ്യാഴം നൽകും. മന്ത്രി എന്നാൽ അധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നതാണ്. മാന്ത്രികൻ എന്നാൽ മനസ്സിനെ സ്വാധീനിച്ച് മറ്റുള്ളവരുടെ, അതായത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ വർത്തമാനങ്ങൾ പറഞ്ഞ് വശത്താക്കി കാര്യം സാധിക്കാനുള്ള കഴിവിനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗോചരത്തിൽ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്ത്രീലാഭം, പുത്രലാഭം, വസ്ത്രലാഭം, ഗ്രഹലാഭം തുടങ്ങി പല ഗുണങ്ങളെയും നൽകുന്നുണ്ട്. ജീവസപ്ത നവദ്വി പഞ്ചമഗതോ എന്നാണ്
വ്യാഴത്തെക്കുറിച്ചുള്ള ഒരു വരി. അതായത് ഗോചരത്തിൽ വ്യാഴം 7, 9, 2, 5 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ശുഭഫലത്തെ നൽകുമെന്നുള്ള ആചാര്യവചനത്തെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ 5-ാം ഭാവം വളരെയേറെ ഗുണമുണ്ടാക്കുന്ന പൂർവ്വപുണ്യസ്ഥാനവും സന്താന ഗുണവും വിദ്യയും ഒക്കെ ലഭിക്കുന്ന വളരെ മെച്ചപ്പെട്ട ഒരു ഭാവമാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 14/5/2025 വരെ വ്യാഴം ഇഷ്ടസ്ഥാനമായ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ 2024 മെയ് 1 മുമ്പ് 2023 ഏപ്രിൽ 22 മുതൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം അത്ര മെച്ചമല്ലാത്ത സാഹചര്യം അനുഭവിച്ചവരാണ് മകരൻ രാശിക്കൂറുകാർ. പൊതുവെ മാനസിക പ്രയാസവും ബന്ധുക്കളുടെ വിഷമതയും ഉണ്ടാകുന്ന ഭാവമാണ് 4-ാം ഭാവം. 4-ാം ഭാവം മാതൃസ്ഥാനം കൂടിയാണ്. വീട്, വാഹനം, അമ്മാവൻ, ബന്ധുക്കൾ, വിദ്യാഭ്യാസം മുതലായവയിൽ ഓരോ വിധത്തിലുള്ള പ്രയാസം ഉണ്ടായി അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നേറി മാതാവിന് പ്രയാസം വരുന്ന പല സാഹചര്യങ്ങളും, മനപ്രയാസം, ബന്ധുക്കളുടെ അകൽച്ച, വീട് പണി സംബന്ധിച്ച പ്രയാസങ്ങൾ, സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലുണ്ടായ പ്രയാസം, യാത്രാ സംബന്ധമായി ഉണ്ടായിട്ടുള്ള വിഷമതകൾ, ഇതെല്ലാം നിരവധി വിഷയങ്ങളിൽ പ്രയാസവും വിഷമവും നേരിട്ടാണ് 2024 മെയ് 1 മുതൽ വലിയ കുഴപ്പമില്ലാതെ വ്യാഴം ഗുണം ലഭിക്കുന്ന 5-ാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയത്. ചില പ്രതീക്ഷകളും അതുപോലെ തന്നെ സന്തോഷവും നൽകി 2025 മെയ് 14 വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് 6-ാം ഭാവമായ ശത്രുസ്ഥാനത്ത് വരും. അതായത് 2025 മെയ് 14 മുതൽ വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ മകരം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശത്രുസ്ഥാനമായ 6-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ആ സമയത്ത് ഒരു വർഷം പല മാനസിക പ്രയാസങ്ങളും അതുപോലെ തന്നെ കാര്യതടസ്സം, ആരോഗ്യപ്രശ്നം, സാമ്പത്തിക ബാധ്യത, മനപ്രയാസം, ശത്രുതാ മനോഭാവം, അതുപോലെ കള്ളന്മാരുടെ ശല്യം മുതലായവയെല്ലാം സൂചിപ്പിക്കാം. കാരണം രോഗം, ശത്രു, കള്ളൻ എന്നെല്ലാമാണ് 6-ാം ഭാവത്തെ വിശേഷിപ്പിക്കാറുള്ളത്. 6-ാം ഭാവം ജാതകത്തിൽ വ്യാഴം ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് ആ വ്യാഴത്തിൻ്റെ ദശാവഹാരം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 6-ലെ വ്യാഴം അത്ര വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും ഒരുപാട് ദോഷമൊന്നും ചെയ്യില്ല. കാരണം ജാതകത്തിൽ വ്യാഴം ഒരു നല്ല ഭാവത്തിലും അല്പം ബലത്തോടു കൂടിയുമൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച്. എന്നാൽ വ്യാഴം മോശമായി നിൽക്കുന്നവരാണെങ്കിലോ, അതായത് വ്യാഴം മോശമായിട്ട് നിൽക്കുന്നു, ദശാവഹാരവും ഈ സമയത്ത് മോശമായിട്ടാണ് വരുന്നത് എങ്കിൽ അത് വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. അതാണ് ഈ രോഗം, ശത്രു, കള്ളൻ എന്നിവയുടെയൊക്കെ പ്രാധാന്യമുള്ള രാശിയായിട്ട് പറയുന്നത്. ശത്രു രാശിയെന്നും അതുപോലെ ശത്രുഭാവം, രോഗഭാവം, ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ 6-ാം ഭാവത്തെ വിശേഷിപ്പിക്കാറുള്ളത്. മകരൻ രാശിക്കാർക്ക് വ്യാഴം രാശി മാറുന്നത് പോലെ 2025 മാർച്ച് 29 ശനിയും രാശി മാറും. ശനി മീനൻ രാശിയിൽ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലം ശനിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടഭാവത്തിലാണ്. കാരണം 3, 6, 11 ഭാവത്തിലായിട്ട് ശനി സഞ്ചരിക്കുന്നത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും ഏത് ജാതകത്തിലായാലും അത് നല്ല ഫലമേ നൽകുകയുള്ളൂ. അപ്പോൾ മകരം, കുംഭം, തുലാം രാശികളിൽ ശനി നിൽക്കുകയും അത് 3, 6, 11 ഭാവത്തിലായിട്ട് വരികയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മീനൻ രാശിയിൽ 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്ന ശനിയുടെ രാശിമാറ്റം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സമയം കൂടി ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ വ്യാഴം അത്ര മെച്ചമല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശനി അത്ര മോശമല്ലാത്ത ഗുണം ചെയ്യുന്ന ഒരു ഭാവത്തിലൂടെയും പോകുന്നു. ഈശ്വരാധീനം മറയ്ക്കുന്ന അല്ലെങ്കിൽ ഈശ്വരാധീനം നഷ്ടപ്പെടുന്ന ഒരു ഭാവമാണ് ഈ 6-ാം ഭാവം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട്
എന്തെല്ലാം സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും കുറയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 3-ാം ഭാവത്തിലെ ശനി ആത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ള ഊർജവും നമുക്കൊരു ഉന്മേഷവുമൊക്കെ നൽകുമെങ്കിലും 6-ാം ഭാവത്തിലെ വ്യാഴം അത് പലപ്പോഴും തിരിച്ചടിയായി അനുഭവിക്കുകയും ചെയ്യും. കാരണം ഒരു തരത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകുമ്പോൾ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ പല മോശ അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകും. പല കാര്യങ്ങളും ബുദ്ധിമോശം മൂലവും വേണ്ടത്ര ആലോചിക്കാതെയും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പല വീഴ്ചകളും അപാകതകളും നഷ്ടങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം വ്യാഴം ബുദ്ധിയുടെ കാരകനാണ്. ബുദ്ധിയുടെ ഉയർച്ച മൂലം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അറിവും ബുദ്ധിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വ്യാഴം മോശമായി ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ബുദ്ധി മോശം എന്നാണ് പറയുന്നത്. കിഴിഞ്ഞ ബുദ്ധി, കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം ആലോചിക്കാതെ ആ സമയത്ത് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും എന്നാൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത്തരം സമയങ്ങളിൽ അതൊന്നും ആരും ചെവിക്കൊള്ളാറുമില്ല. കാരണം അതെല്ലാം ശത്രുത കൊണ്ടാണ്, അല്ലെങ്കിൽ നന്നാവുന്നതിനുള്ള ആ ഒരു അസൂയ കൊണ്ടാണ് എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ടാണ് വീണ്ടും വിചാരവും സൂക്ഷ്മതക്കുറവും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ വരാതെ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അതുപോലെ പലരും ശത്രുതാപരമായി പെരുമാറാം, അതുപോലെ കളഞ്ഞു പോവുക, മോഷണം പോവുക, നഷ്ടപ്പെടുക മുതലായ കാര്യങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകാം. അതായത് കള്ളന്മാരുടെ ശല്യം വരാം, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകാം, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കളഞ്ഞു പോകാം, അല്ലെങ്കിൽ മോഷണം പോകാം, അങ്ങനെയൊക്കെയുള്ള സംഭവം വരാം. തോള്, കഴുത്ത്, കൈകൾ മുതലായവയുടെ ഭാഗത്ത് വേദനയും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രഷർ, രക്തസമ്മർദ്ദം, അതുപോലെ തലകറക്കം, തൊണ്ടയ്ക്ക് പ്രശ്നം. കാരണം കഴുത്തിനും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ ടോൺസില്, തൊണ്ട, ഇങ്ങനെ പല ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയും ചില വിഷയങ്ങളൊക്കെ ചിലർക്ക് സംഭവിക്കാം. കഫസംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം, ചുമയുണ്ടാകാം, തൊണ്ടവേദന വരാം. ഇങ്ങനെ ആരോഗ്യ സംബന്ധമായി പല വിഷയങ്ങളും ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. ഇത്രയൊക്കെ പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ വ്യാഴം അനുകൂലമല്ല, ശത്രുഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും അതനുസരിച്ച് വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താനും കൂടിയാണ് ഇത് പറഞ്ഞത്. പിന്നെ വ്യാഴം വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ്, അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ദർശനം നടത്തുന്നതും അതുപോലെ പാൽപ്പായസമോ അല്ലെങ്കിൽ അർച്ചനയോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അതൊക്കെ ചെയ്യുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈശ്വരാ വിചാരത്തോടു കൂടി രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം ആ സമയത്തൊക്കെ ഈശ്വരഭജനം നടത്തുന്നതുമൊക്കെ ഇതിന് കുറച്ചൊക്കെ മാറ്റം വരാനും നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനും വലിയ വലിയ ആപത്തുകളെയും അപകടങ്ങളെയും ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നന്ദി, നമസ്കാരം.